യേശുവിന്റെ നാമം ശക്തമായ നാമം, വേദനകൾ മാറ്റിടുന്ന പുണ്യനാമം. യേശുവിന്റെ നാമം ശക്തമായ നാമം, വേദനകൾ മാറ്റിടുന്ന പുണ്യനാമം. അത്ഭുതങ്ങൾ സംഭവിച്ചിടും, രോഗശാന്തി കൈവരിച്ചിടും. നിത്യനായ ദൈവം, സത്യമായ ദൈവം, വിശ്വസിച്ചിടുന്നവർക്ക് രക്ഷ നൽകും ദൈവം. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അഭിഷേക ജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ധ്യാനിക്കാൻ പോകുന്ന വിഷയം, കഷ്ടതയിൽ നീ തളരരുത്, ശക്തി പ്രാപിക്കണം. എന്തെന്നാൽ നിന്റെ ദുഃഖങ്ങളും വേദനകളെല്ലാം ഇന്നത്തെ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് നീ അനുഗ്രഹം പ്രാപിക്കും. സങ്കീർത്തനം 34:18 നാം ഇപ്രകാരം വായിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കും. ഈ ശുശ്രൂഷയുടെ എങ്കിൽ വലുതർമ്മയത്തെ പിടിച്ചുകൊണ്ട് വചനം നമുക്കെല്ലാം ഒരുപോലെ ഏറ്റുചൊല്ലാം. പ്രത്യേകിച്ച് നിന്റെ കഷ്ടത നിന്നെ തളർത്തുന്നു, നിന്റെ രോഗങ്ങൾ നിന്നെ തകർക്കുന്നു, എന്തുമായിക്കോട്ടെ, അത് നിന്നെ തകർക്കുവാനോ തളർത്തുവാനുള്ളതല്ല. ആ ഒരു അവസ്ഥയിൽ നീ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എങ്കിൽ വലുതരമയത്തെ പിടിച്ച് ഈ വചനം ഏറ്റവും പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ശക്തിയിലേക്ക് കടന്നു വരും. എങ്കിൽ നമുക്ക് പാട്ടുപാടി പ്രാർത്ഥിക്കാൻ പോകുക. എങ്കിൽ ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം സ്വീകരിക്കാം. കരങ്ങളടിക്കട്ടെ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വചനത്തെ യോഗ്യത ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങി വന്നിരിക്കുന്നു, മനസ്സ് മടുത്ത് വേദനയോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ ജീവിതത്തിലേക്ക് കർത്താവേ കടന്നു വരട്ടെ. നിന്റെ വാഗ്ദാനത്തിന്റെ യോഗ്യതയാല് ഞങ്ങൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു. കരങ്ങളിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ, പാടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ആമേൻ. ചേർന്ന് പാടാം. ആഗ്രഹിച്ച് പാടിക്കോളൂ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഒരുമിച്ച് പാടാം. ആമേൻ. നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ. എന്ന് പാടിക്കോളൂ. ഇപ്പോ ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. എങ്കിൽ ഈ ദൈവത്തിലേക്ക്, ഈ ദൈവസന്നിധിയിലേക്ക് നിന്റെ കഷ്ടപ്പാടുകളും നിന്റെ ദുഃഖങ്ങളും നിന്റെ ആകുലകളും ഇപ്പോൾ എന്തെല്ലാം നിന്നെ അലട്ടുന്നു അതിനെ സമർപ്പിച്ച് നീ പാട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മണവാളൻ വരും വാനമേഘത്തിൽ മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മഹൽ ദിനത്തിൽ മണവാട്ടിയ നാം പറന്നു പോകും.
മധ്യകാശത്തിങ്കൽ മഹൽ ദിനത്തിൽ മണവാട്ടിയ നാം പറന്നു പോകും. കഷ്ടങ്ങൾ കരങ്ങൾ ഉയർത്തി പാട്, കരങ്ങൾ ഉയർത്തിയടിക്ക്, ഉയർത്തിയടിച്ച് പാട്. കണ്ണുനീര് സാരമില്ല, ദൈവം പറയുന്നുവെങ്കിൽ നീ എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കുക. പാടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ താത്തിയടിച്ച് രണ്ട് സ്ഥലത്തേക്ക് വീഴ്ചയടിച്ച്, രണ്ട് സ്ഥലത്തേക്ക് കരങ്ങൾ വീഴ്ചയടിച്ച് പാടി പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ആവർത്തിച്ച് പാട്, ആവർത്തിച്ച് പാടി അനുഗ്രഹം ഭാവിക്കട്ടെ. ആവർത്തിച്ച് അനുഗ്രഹങ്ങൾ ഭാവിക്കേ. ഹല 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 ഭാരതേ 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 ഭാരതേ. പ്രാർത്ഥിക്കുന്നു. ഇതാ കരമുയർത്തി ശ്രദ്ധിച്ച് പാടുമ്പോൾ ഇതാ വിശുദ്ധ ജനം തളിച്ച് നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. എല്ലാ മക്കളും കരമുയർത്തുന്നു, കരമുയർത്തി സ്തുതിച്ച് പാടുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കഥാവേം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു. ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നിന്റെ കഷ്ടതകൾ തമ്പുരാന് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനം ഇതാ, ഇത് സാരമില്ല, തമ്പുരാനും മുന്നിൽ ഒന്നുമല്ല എന്ന കർത്താവ് പറയുന്നത്. എന്തെന്നാൽ ഹൃദയം നിറങ്ങി നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ശക്തിയായി അനുഗ്രഹമായി കടന്നു വരും. നിന്റെ ദുഃഖങ്ങൾ നിനക്ക് വലുതെങ്കിലും ദൈവസന്നിലേക്ക് നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ദുഃഖങ്ങൾ ചെറുതെങ്കിലും വലുതെങ്കിലും ഏതവസ്ഥയാണെങ്കിലും ഇതെല്ലാം ദൈവസന്നിലേക്ക് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമെടുത്ത് നിന്നെ അനുഗ്രഹിക്കും, ദൈവമെടുത്ത് നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. Hallelujah. യേശുവേ നന്ദി, യേശുവേ ആരാധന. Hallelujah. എന്നും ധ്യാനിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. കഷ്ടതയിൽ നീ തളരരുത്. Praise the Lord. എങ്കിൽ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളെല്ലാം ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഒത്തിരി ദുഃഖവും വേദനയെല്ലാം നമ്മെ തളർത്തും. എങ്കിൽ വചനം പറയുന്നു, കഷ്ടതയുടെ നാളിൽ നിന്നെ താങ്ങുന്ന കർത്താവാണ്. സങ്കീർത്തനം 34:6 നാം ഇപ്രകാരം വായിക്കുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതയിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാ മക്കളും കരങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെച്ച് ഇപ്പോൾ നിന്നെ തളർത്തുന്ന എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒപ്പം ഈ വചനം ഏറ്റുചൊല്ലി വായിക്കുമ്പോൾ ഈ വചനത്തെ യോഗ്യതയാൽ ഇതാ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമായി മാറും. എങ്കിൽ ഇടത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഉറക്കെ ഏറ്റുചൊല്ലി വായിക്കാം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വിശ്വസിക്കുക, നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അച്ഛന് കഴിഞ്ഞ ദിവസം കിട്ടിയത് കത്ത്, അത്ഭുതം അനുഭവിച്ച വ്യക്തിയുടെ സാക്ഷ്യം പങ്കുവയ്ക്കുക. 8 വർഷമായി രക്തസ്രാവ രോഗത്തെ അടിമയാണ്. ഈ മകൾ പേര് ലിറ്റി റോയി, തൃശ്ശൂരാണ്. ആ മകൾ പറയുന്നു, 8 വർഷമായിട്ട് രക്തസ്രാവ രോഗത്തിന് അടിമയാണ്. 9 വെള്ളിയാഴ്ച മുടങ്ങാതെ ഗാഗുത്തായിൽ ഏകദിന ശുശ്രൂഷ വരാമെന്നും എന്റെ രോഗത്തിൽ നിന്നും സൗഖ്യം നൽകണമെന്നും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പരിശോധനയിൽ ഗർഭപാത്രത്തിൽ മുഴയുണ്ടെന്നും ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു സർജറിയിലൂടെ ഗർഭപാത്രത്തെ മുഴകൾ മാത്രം നീക്കം ചെയ്തു. ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ബ്ലീഡിംഗ് ആയിട്ട് ഗർഭപാത്രം നീക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, വൈദ്യശാസ്ത്രം പറഞ്ഞു. എന്നാൽ അവൾക്കേറെ ദുഃഖമായിരുന്നു. ചെറുപ്പമുള്ള ഈ മകള് ഗർഭപാത്രം മാറ്റുക വളരെ വേദനാജനകമായ അവസ്ഥയായതുകൊണ്ട് ആ മകൾ നിയമിച്ച് പ്രാർത്ഥിച്ചു. 9 വെള്ളിയാഴ്ച ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൈവം അത്ഭുതം ചെയ്തു. ഈ മകൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം എന്ത് സംഭവിച്ചു? ഗർഭപാത്രത്തെ മുഴ മാത്രം നീക്കം ചെയ്തു.
ഗർഭപാത്രം നീക്കം ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ള സഹോദര സഹോദരി, നിന്നെ തളർത്തുന്ന ഏത് അവസ്ഥയാണെങ്കിലും ആ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് നീ പ്രാർത്ഥിക്കണം. ഇന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഏതവസ്ഥയാണോ നിന്നെ തകർക്കുന്നത്, ഏതാണോ നിന്റെ ജീവിതത്തിലെ ദുഃഖമായി മാറുന്നത്, ആ അവസ്ഥ ദൈവത്തോടെ ചേർന്ന് നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 33:17-18 നമ്മൾ വായിക്കാം. പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ്. പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ്. അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിന് രക്ഷിക്കാൻ കഴിയുകയില്ല. അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ച അവൻ നിന്നെ കടാക്ഷിക്കും, നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ വചനമേറ്റിട്ടല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കേറ്റ് പറയാം. ഞാൻ ലോകശക്തിയിലല്ല, കുതിരയിലില്ല, എന്റെ സമ്പത്തിലില്ല, മറ്റൊന്നിലുമല്ല. ഞാനിപ്പോൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ശരണം വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്റെ കർത്താവിലാണെന്നുള്ള ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലൂടെ നമുക്ക് ഇപ്പോൾ തന്നെ വിടുതൽ ലഭിക്കാൻ പോവാം. എങ്കിൽ ഇടദേഹതയത്തോട് ചേർത്ത് വെച്ച് വലതെ ഉയർത്തി പിടിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ്. അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഇതാ തന്നെ ഭയപ്പെടുന്നവരുടെ തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിൽ കടാക്ഷിച്ച് കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവന്റെ കടാക്ഷം, അവന്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ആരൊക്കെ അവനോട് ചേർന്ന് പ്രാർത്ഥിച്ചോ അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. അപ്പൊ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവത്തോട് ഒട്ടി നിന്നുകൊണ്ട് നീ അനുഗ്രഹം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇതാ പറയുന്നത്, ദൈവത്തോട് ചേർന്ന് നിന്ന് ഒട്ടി നിന്നുകൊണ്ട് നീ അനുഗ്രഹം പ്രാപിക്കണം. ആ വചനം ഏറ്റവും പ്രാർത്ഥിക്കാം. ആ വചനം നമുക്കൊന്നിപ്പോ ശ്രവിക്കാം. 2 രാജാക്കന്മാര് 18:6. അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എസേക്കിയാ രാജാവാണ്. ദൈവത്തോട് ചേർന്ന് നിന്നു, ഒട്ടി നിന്നു. അപ്പൊ നിയമം പാലിച്ചു, കർത്താവ് അനുഗ്രഹിച്ചു. അങ്ങനെ ദുഃഖങ്ങളെല്ലാം ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ കേൾക്കും. എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് ഒട്ടി നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തിയാണ് സോളമൻ രാജാവ്. പ്രൈസ് ദി ലോർഡ്. ഈ സോളമൻ രാജാവ് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചു. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുക. രാജാവിന് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവന് പറയുന്ന കാര്യമാണ്. 1 രാജാക്കന്മാർ 3:5 വായിക്കാം. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. രാജാവ് സ്വപ്നം കാണുക. ആ സ്വപ്നത്തിൽ തീർച്ചയായും ദൈവികമായ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ ദൈവം പറഞ്ഞു, നീ ഇഷ്ടമുള്ള ചോദിച്ചോ, എന്ത് ചോദിച്ചോ കർത്താവ് നിനക്ക് തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഏറ്റവും വായിക്കാം. വളരെ വയത്തെ പിടിച്ചുകൊണ്ട് അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഇതിലപ്പുറം വാഗ്ദാനം ഉണ്ടോ പ്രിയമുള്ളവരെ? തമ്പുരാൻ പറയാ, നിനക്ക് എന്നാ വേണം നീ അങ്ങ് ചോദിച്ചോ, കർത്താവ് ഇപ്പൊ തരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി എല്ലാം ഒക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവം പറഞ്ഞ ഈ വചനത്തിന്റെ യോഗ്യതയിൽ നീ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നീ കരങ്ങളെത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പ്രത്യേകിച്ച് നീ ചോദിക്കുന്ന കർത്താവ് തരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ വചനം കൊണ്ട് കേട്ടിട്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കാൻ പോവുക. യോഹന്നാൻ 15:16 ഇപ്രകാരം വായിക്കുന്നു,
നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മക്കളും കരങ്ങൾ ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതാ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാം. തളർത്തുന്ന നിമിഷങ്ങള്, തകർക്കുന്ന അവസ്ഥകള് എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കാൻ പോവുക. മനസ്സിലേക്ക് കൊണ്ടുവരാം, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ. ഇനി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. നീ മനസ്സിൽ കണ്ട സർവ്വ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ മക്കളും കരങ്ങൾ എത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, ഏതു ഭാഗത്തിരുന്ന് ആരെല്ലാം ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് നിന്റെ പക്കലേക്ക് കരങ്ങൾ എത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹമായി മാറട്ടെ. നീയല്ലേ സോളമൻ പറഞ്ഞത്, എന്ത് ചോദിച്ചാലും തരുമെന്ന് ചോദിച്ചുകൊള്ളുക. എങ്കിൽ കർത്താവേ, സോളമനോട് സ്വപ്നത്തിലൂടെ പറഞ്ഞ ആ വചനത്തെ യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കട്ടെ. വീണ്ടും യോഹന്നാൻ 15:14 നീ വെളിപ്പെടുത്തിയല്ലോ, ഞാൻ നിങ്ങൾ തെരഞ്ഞെടുത്തുവെന്ന്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്തതെന്ന്. എങ്കിൽ കർത്താവേ, നീ ഞങ്ങളെ വിളിച്ചു, തെരഞ്ഞെടുത്തു, ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടുകൊണ്ട് ഉത്തരമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വചനം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ് ഈ വചനത്തോടെ പ്രവാചകൻ നമ്മൾ അരുളി ചെയ്യുന്നത്. ആ വചനം നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യങ്ങളെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വലിയ അനുഗ്രഹം അപ്പുറമാട്ടും എന്റെ ദുഃഖങ്ങളെല്ലാം ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തെ വചനമാണ്. 3 കാര്യം ഇതിൽ പറയുന്നു. 1, കർത്താവ് നല്ലവനാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് നല്ലവനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. നല്ലവനാ കർത്താവ്, നമുക്ക് നന്മ മാത്രം ചെയ്യുള്ളൂ. 2ാമത് ഈ ഭാഗത്ത് പറയുന്നു, കഷ്ടതയിൽ എന്റെ കർത്താവ് എനിക്ക് അഭയദുർഗമാണ്, എനിക്ക് ശക്തി കേന്ദ്രമാണ്. അവന്റെ അടുത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവൻ എന്നെ അനുഗ്രഹിക്കും. കഷ്ടപ്പാടിൽ ശക്തി ദുർഗം എന്നാ പറഞ്ഞത്. കഷ്ടപ്പാടിൽ ശക്തി ദുർഗമാണ്. ലോത്ത് അവന്റെ കഷ്ടപ്പാട് അനുഭവിക്കുക. അവൻ വിജാതീയ ദേശത്തായിരുന്നു. ആ ലോത്ത് കഷ്ടപ്പാട് അനുഭവിക്കായിരുന്നു. അവന്റെ ഭവനത്തിൽ കടന്നു വന്ന 2 അതിഥികളെ ഉപദ്രവിക്കാൻ പോകുന്ന നിമിഷങ്ങളിൽ ലോത്ത് ഏറെ സങ്കടം അനുഭവിച്ചു. ആ സമയത്ത് എന്ത് ചെയ്തു? കർത്താവ് ലോത്തിനെ അനുഗ്രഹിച്ചു, ലോത്തിന് കൂടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ജെറീക്കോ കോട്ട കീഴടക്കുവാൻ ഏറെ സഹായിച്ച റാഹാബ് എന്ന സഹോദര ജീവിതത്തിലേക്ക് ആ മകൾ അനുഭവിക്കാനും വന്ന കഷ്ടപ്പാട് എന്തെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ ജോഷുവാടും കൂട്ടുകാരും പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ദാസരെ രക്ഷിക്കാൻ സഹായിച്ച വ്യക്തി ജീവിതത്തിലേക്ക് കർത്താവ് ശക്തിദുർഗമായി കടന്നു വന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, 3ാമത് ആശ്രയിക്കുന്നവരെ അറിയുന്നവനാണ്. അത് 3ാമത് കർത്താവ് വചനം പറഞ്ഞത്, ആശ്രയിക്കുന്നവരെ അറിയുന്നു. ദൈവത്തെ ആശ്രയിക്കുന്നവരെ അറിയുന്നു എന്ന വചനം പറയുന്നത്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു, കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. അർത്ഥമാത് സഹായിക്കുന്നു. അപ്പോൾ നീതിമാന്മാർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അപ്പോൾ കർത്താവ് അവരെ സഹായിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദര സഹോദരി, ഇതാ ഈ ശുശ്രൂഷയുടെ കർത്താവിനെ അനുഗ്രഹിച്ചു. നീ വിശ്വസിക്കണം. ഒപ്പം ദൈവം തമ്പുരാൻ കടന്നു വരുന്നു. പരമപശ്യത്തിനായി, ദിവ്യകാരനാഥനായി നിന്റെ കഷ്ടപ്പാടും നിന്റെ ബുദ്ധിമുട്ടുകളും നിന്റെ വേദനകളും ദൈവ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ശക്തി ദുർഗമാണ്, ശക്തി കേന്ദ്രമാണ്. ഒപ്പം എന്റെ കഷ്ടപ്പാട് അവൻ അറിയുന്നു. നീതിമാന്മാരുടെ കഷ്ടപ്പാട് അറിയുന്നു. നീതിമാന്മാർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എങ്കിൽ
കടന്നു വരുന്ന ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കഷ്ടപ്പാടറിയുന്ന കർത്താവ് എന്നെ അനുഗ്രഹിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, മുട്ടുമെന്ന് നിന്നുകൊണ്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഈശോ കടന്നു വരുന്നു. ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, ജീവിതത്തിലെ ദുഃഖവും വേദനയും നിന്നെ തളർത്തരുത്. വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നിന്നെ തളർത്തിയെങ്കിൽ ഈ ദൈവ സന്നിധിയിലേക്ക് നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഏത് ജീവിത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ, ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ തളർത്തുന്നുവോ തകർക്കുന്നുവോ എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദൈവസന്നിധിയിലേക്ക് നിന്നെയും നിന്റെ വേദനകളെയും നിന്റെ ദുഃഖങ്ങളെല്ലാം സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി കടന്നുവരും, വിടുതലായി കടന്നുവരും, സൗഖ്യമായി ഈ ദൈവം കടന്നുവരും. ഈശോയിലേക്ക് നീ നോക്കാം. ഈ ഈശോയിലേക്ക് നോക്ക്. സങ്കീർത്തനം 34:6 പറയുന്ന പോലെ, സങ്കീർത്തനം 34:6 പറയുന്ന പോലെ ഈ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. ഒന്നു മാത്രം, ഈ ദൈവ സന്നിധിയിലേക്ക് നീ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ ശക്തി തരും. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടത്തിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇടത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലത് കൈ ഈശ്വരക്ക് നീട്ടിപ്പിടിച്ച് കഷ്ടതയിൽ നിന്നും രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഈ വചനം ഏറ്റു പറയാം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതയിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കരങ്ങളുടെ ഹൃദയത്തോ ചേർത്ത് വെച്ച് ഈ ദൈവത്തോട് പറ, എല്ലാ കഷ്ടതയിൽ നിന്നും ഈ ദൈവം എന്നെ രക്ഷിക്കും. ഒന്നുണ്ട്, നീ നിലവിളിക്കണം. നീ ഇരുകരങ്ങളും തമ്പുരാനിലേക്ക് നീട്ടിപ്പിടിച്ച് നിന്റെ കഷ്ടപ്പാടും വേദനയും സമർപ്പിച്ച് നീ നിലവിളിക്കുക. ഈ ദൈവം നിന്റെ നിലവിളി കേട്ട് അനുഗ്രഹിക്കും. എല്ലാ മക്കളും മുട്ടുമേ നിൽക്കാം. കരങ്ങൾ ഈശോയ്ക്ക് നീട്ടിപ്പിടിച്ച് ശക്തിയോടെ കരഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ നിലവിളി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ മക്കളും ഉറക്കെ ഈശോയെ വിളിച്ച് സ്തുതിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ.